ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെ രാവിലത്തെ വ്ളോഗാണ് കേട്ടോ. പിന്നെ ഇന്ന് മക്കൾക്ക് മദ്രസയിൽ പരീക്ഷ ഉണ്ട്. 4ാം ക്ലാസ്സിക്ക് 1ാം ക്ലാസ്സിക്ക് ഒന്ന് പരീക്ഷ ഉണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിലേക്ക് ഇന്ന് എന്തോ താരീഖാണ് പരീക്ഷ. 1ാം ക്ലാസ്സുകാർക്ക് ഇന്ന് വായിപ്പിക്കലുമാണ് കേട്ടോ. അപ്പോൾ ഇതാ മൂത്ത മോള് നീച്ചിട്ട് തന്നെ കുറേ നേരമായിട്ട് ഓള് നീച്ചിക്കണ്. ഓള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മോളെ വിളിക്കുകയാണ് കേട്ടോ. ഓള് പഠിച്ചിട്ട് ഓളെ ഞാൻ ചോദ്യം ചോദിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത്? അപ്പോൾ മോൾക്കിന്ന് 4ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഓൾക്കിന്ന് താരീഖാണ് വിഷയം. അപ്പോൾ തലേ ദിവസമൊക്കെ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് വായിച്ചിട്ട് എന്നോടൊന്ന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓള് നല്ല പോലെ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ആദീജ ബിൻത് ഖുവൈലിദ്, കുട്ടികളിൽ നിന്ന് അലി ഇബ്നു അബി താലിബ്, അടിമത്തത്തിൽ നിന്ന് മോചിതരായവർ സയ്യിദ് ഇബ്നു ഹാരിസ. പിന്നെ ഇതാ മക്കളൊക്കെ ഇതാ മുറകാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിണറ്റിൻ്റെ അവിടേക്ക് പോകാനൊന്നും പാകമില്ല. അപ്പോൾ ഞാൻ വടക്കോർത്ത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടാണ്. തണുക്കുണ്ടാക്കിടുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ് കേട്ടോ. എനിക്ക് മക്കൾക്ക് പോകാനും നേരമായിട്ടുണ്ട്. ഇത്രയും നേരത്തെ അവർ നീക്കലില്ല. അവരൊരു 6:30 ആകുമ്പോഴാണ് നീക്കാറുള്ളൂ കേട്ടോ. പക്ഷേ എന്താ പറയുക, 7:20 നമ്മളെ ഭാഗത്ത് മദ്രസ. അപ്പോൾ പരീക്ഷ ആയ കാരണമാണ് കേട്ടോ നേരത്തെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ അവർക്ക് ചായ അല്ല ഹോർലിക്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഹോർലിക്സിൻ്റെ പാക്കറ്റ് 2 മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ കട്ടൻ ചായ അങ്ങനെ അവർ കുടിക്കണില്ല. ബിസ്ക്കറ്റ് കട്ടൻ ചായ ഒന്നും കുടിക്കുന്നില്ല. അത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഓരോ ഗ്ലാസ് കുടിക്കാമല്ലാണ്ട് രാവിലെ അങ്ങനെ കുടിക്കില്ല. അപ്പോൾ ഈ ചൂടുവെള്ളം കുടിച്ച് പോകുക എന്നല്ലാണ്ട് അങ്ങനെ കുടിക്കുക. പിന്നെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് അപ്പോൾ അതാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ഇങ്ങനത്തൊക്കെ പിന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ അപ്പോൾ അത് കുടിച്ചിട്ട് എന്താ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ചെറിയ മോള് പറ്റിങ്ങളൊക്കെ സൗണ്ട് കേട്ടിട്ട് നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾക്ക് രാത്രിയിൽ അങ്ങനെ ഉറക്കമൊന്നുമില്ല, ഉറക്കം കുറവാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനിയുള്ള കാരണം ഒറ്റ കളയല്ലോ. പുറത്തിങ്ങനെ നല്ല മഴ പെയ്യണ കാരണം അവർ മദ്രസയ്ക്ക് പോണതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവരതുവരെ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മദ്രസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം ചെറിയ മോളെ ഒന്നും കൂടി ഒന്ന് ഉറക്കി വെക്കിട്ടോ. അപ്പോൾ ഓൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കള് 8:15 ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 തുടങ്ങിയ പരീക്ഷ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ നമ്മളിതാ ചായക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറേ ദിവസമായിട്ട് അവളെ കൗത്തിലുള്ള സാധനം ഉണ്ടല്ലോ, എന്താ ഹുലാ ഹോപ്പ് പറഞ്ഞ്. ആ സാധനം സ്കൂളിൽ നിന്ന് കളിക്കാൻ കിട്ടണില്ല, അമ്മച്ചി ഒന്ന് മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഇവിടെ കിടന്ന് നിലവിളിയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സിൽസിലേന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം, ഓർക്കത് ഇങ്ങനെ വട്ടം കറക്കാൻ തീരെ നിശ്ചയില്ല. 3 ആൾക്കൊന്നും നിശ്ചയില്ല. അതിങ്ങനെ കൗത്തിൽ കൊണ്ടിട്ട് നടക്കാൻ മാത്രം നിശ്ചയുള്ളൂ കേട്ടോ.
പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നേ? എന്ത് എത്ര തെറ്റിയായി പറയും? ഉറക്കം വരുണ്ടോ? 5 10 പോടിയായിരുന്നു. പേപ്പർ കിട്ടുമ്പോ അമ്മച്ചി നോക്കുമല്ലോ. എത്ര? 1 അത് കുഴപ്പമില്ല. എന്താ പിന്നെ അത് ഉപ്പുമാവ് കായൻ്റെ ശേഷം കുറച്ച് കഞ്ഞിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടിയേരിട്ടിട്ട്. ഇവിടെ തീരെ കറണ്ടില്ല, മഴയും കറണ്ടൊക്കെ പോയിക്കണം. ആ ബാക്കിൽ മരം വെട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ. ബാക്കിലത്തെ നമ്മളെ വീടിൻ്റെ ബാക്കിലത്തെ മരങ്ങൾ വീണിട്ട് എല്ലാ മരങ്ങളും മുറിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ടില്ല, ഈ ഭാഗത്തൊന്നും കറണ്ട് തന്നെ ഇല്ല. അപ്പോൾ കറണ്ടില്ലെങ്കിൽ ഫുള്ള് ഇറിട്ടാണ്, എല്ലായിടത്തും ഇറിട്ടാണ്. മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതെന്താ കുട്ടിയാ? ഇത് എപ്പോഴാ പപ്പട കവർ എടുത്തോടുന്ന്? അന്തിന്നാ അമ്മച്ചിക്ക് വേണ്ട. എന്താ ഇപ്പൊ കാട്ടിയിരിക്കുന്നത്? ഐസുവാ, ഇതാരാ ഇവിടെ പരത്തിയത്? നല്ല മഴയാണ്. അമ്മ നേരാക്കി തരാം. மணிக்கு போல நான் எனக்கு நேர்ந்து காட்ட நின்ன வட்ட சொர்க்க போல நீ நீல போல ஆஞ்சு 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 ஓ ஓ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, രാവിലത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.